ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണ് ഒരു ഡിജിറ്റൽ പോർട്ട്ഫോളിയോ ക്യാൻവ ഉപയോഗിച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാം എന്നുള്ളതാണ്. നിങ്ങളൊരു സ്റ്റുഡൻറ്റോ ഫ്രീലാൻസറോ അല്ലെങ്കിൽ ഒരു ജോബ് അന്വേഷിക്കുന്ന ആളോ ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ പോർട്ട്ഫോളിയോ വളരെ അത്യാവശ്യമാണ് ഈ ജോബ് സെർച്ചിങ്ങിനോ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ. കാരണം ഇത് നിങ്ങളുടെ സ്കിൽസ്, പ്രൊജക്ട്സ്, അച്ചീവ്മെന്റ്, സർട്ടിഫിക്കറ്റ്സ്, എക്സ്പീരിയൻസ് എന്നിവയെല്ലാം ഒരു പ്രൊഫഷണൽ ആയിട്ട് അവതരിപ്പിക്കുന്ന ഒരു ഓൺലൈൻ ടൂൾ മാതിരിയാണ്. റെസ്യൂമെ പോലെ തന്നെ, പക്ഷെ ഇത് കൂടുതൽ വിഷ്വലുമാണ്, ഇംപ്രസീവ് ആയിരിക്കും, വളരെയധികം സഹായിക്കും. ഇപ്പോൾ നമ്മൾ ക്യാൻവ ഉപയോഗിച്ച് ഈ പോർട്ട്ഫോളിയോ, ഡിജിറ്റൽ പോർട്ട്ഫോളിയോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമ്മൾ ക്യാൻവ ഓപ്പൺ ചെയ്യുക. canva.com എന്നാണ് വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ്. അതിൽ ലോഗിൻ ചെയ്യുക. ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് ലോഗിൻ ചെയ്യാൻ പറ്റും. പല രീതിയിൽ നമുക്ക് രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്യാം. പിന്നെ രണ്ടാമത് പോർട്ട്ഫോളിയോ സെർച്ച് ചെയ്യുക. അതിൽ ടെംപ്ലേറ്റ്സ്, പോർട്ട്ഫോളിയോ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാം. അപ്പോൾ അതിന് സെർച്ച് ബാറിൽ പോയിട്ട് പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ റെസ്യൂമെ പ്രസന്റേഷൻ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുപാട് റെഡിമെയ്ഡ് ടെംപ്ലേറ്റ്സ് കാണാൻ പറ്റും. പ്രൊഫഷണൽ, മിനിമൽ, ക്രിയേറ്റീവ് തുടങ്ങിയ പല സ്റ്റൈലുകളും ലഭ്യമാണ്. ഇതിൽ നിന്ന് നമുക്ക് ക്ലീൻ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് തിരഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ടെംപ്ലേറ്റ് തിരഞ്ഞെടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ ഫസ്റ്റ് സ്ലൈഡ് എങ്ങനെയായിരിക്കും? ഇപ്പോൾ നിങ്ങളുടെ പേര് ഒരു ബോൾഡായിട്ട് കൊടുക്കുക. പിന്നെ പ്രൊഫഷൻ എന്താണ്, വെബ് ഡെവലപ്പർ ആണോ, ഗ്രാഫിക് ഡിസൈനർ ആണോ, പിന്നെ ഒരു രണ്ടോ മൂന്നോ ലൈൻ ബയോ കൊടുക്കുക. പിന്നെ ഒരു പ്രൊഫഷണൽ ഫോട്ടോ. ഇത് ഓപ്ഷണൽ ആണ്, പക്ഷേ മോസ്റ്റ്ലി റിക്കമെൻഡഡ് ആണ്. ഫോർ എക്സാമ്പിൾ ബയോ പറയുകയാണെങ്കിൽ, ഹായ്, ഐ ആം XYZ, എ പാഷനേറ്റ് ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ സ്പെഷ്യലൈസ്ഡ് ഇൻ റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്നൊക്കെ കൊടുക്കുക. പിന്നെ സ്റ്റെപ്പ് 4 വരുന്നത് എബൌട്ട് മീ സെക്ഷൻ ആണ്. ഇവിടെ ചേർക്കേണ്ടത് എഡ്യൂക്കേഷൻ, സ്കിൽസ്, അതേപോലെ എക്സ്പീരിയൻസ്. ഇപ്പോൾ നമ്മൾ ഒരു ടിപ്പ് പറയുകയാണെങ്കിൽ, നമ്മൾ ലോങ് പാരഗ്രാഫ് ആയിട്ട് എഴുതരുത്, ഒരു ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് ഉപയോഗിച്ച് ക്ലീൻ ലേ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ വരുന്നത് പ്രൊജക്ട് സെക്ഷൻ ആണ്. സ്റ്റെപ്പ് 5 പ്രൊജക്ട് സെക്ഷൻ ആണ്. ഇതിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ മെയിൻ ഏരിയ ഇവിടെയാണ്. നമ്മൾ എന്തൊക്കെയാണ് പ്രൊജക്ട് നെയിം, സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. പിന്നെ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ, ടൂൾസ് യൂസ് ചെയ്തത്, പിന്നെ ലൈവ് പ്രൊഡക്ഷൻ ലിങ്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പ്രൊജക്റ്റ് ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ആണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ടൂൾസ് ഇപ്പോൾ വേർഡ് പ്രസ് ആയിരിക്കും. ഡിസ്ക്രിപ്ഷൻ എന്തായിരിക്കും വെച്ചാൽ ഫുള്ളി റെസ്പോൺസീവ് ഓൺലൈൻ സ്റ്റോർ വിത്ത് പേയ്മെന്റ് ഇന്റഗ്രേഷൻ. ഇങ്ങനെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് മെൻഷൻ ചെയ്യാം. പിന്നെ സർട്ടിഫിക്കറ്റ്സ് ആൻഡ് അച്ചീവ്മെന്റ്സ്. ഇപ്പോൾ നിങ്ങൾ ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓൺലൈൻ കോഴ്സ് സർട്ടിഫിക്കറ്റ്സ്, അവാർഡ്സ്, ഇതിൻ്റെയൊക്കെ ഒരു ലിങ്ക് അപ്ഡേറ്റ് പ്രൂഫ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിബിലിറ്റി കൂടും. അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ കോൺടാക്ട് പേജ്, ലാസ്റ്റ് പേജ് നമ്മൾ ഇമെയിൽ, ഫോണ്, അതേപോലെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ലിങ്ക്ഡിൻ പ്രൊഫൈലിൻ്റെ ലിങ്ക്, വെബ്സൈറ്റോ അല്ലെങ്കിൽ ബ്ലോഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് സിമ്പിളായിട്ട് പ്രൊഫഷണലായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ, നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ഷെയറബിൾ ലിങ്ക് ജനറേറ്റ് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളൊരു ലിങ്ക്, വെബ് പോർട്ട്ഫോളിയോൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് മറ്റുള്ളവർക്ക് ഇമെയിലായിട്ടോ മെസ്സേജിലോ സെൻഡ് ചെയ്യാം. പിന്നെ ടിപ്സ് എന്ന് പറയുന്നത്, ഓവർ ഡിസൈൻ ചെയ്യരുത്. സിമ്പിൾ ഫോണ്ട് ഫാമിലി ഉപയോഗിക്കുക. മാക്സിമം 6 to 8 പേജ് മതി. പിന്നെ മൊബൈൽ റെസ്പോൺസീവ് വ്യൂസ് കറക്റ്റ് ആണോ നോക്കുക. ഡിജിറ്റൽ പോർട്ട്ഫോളിയോ നമ്മുടെ ഒരു നെസസിറ്റി സംഭവമാണ്.